നമുക്ക് ചെറിയ നിക്ഷേപങ്ങൾ വലിയ നേട്ടങ്ങളിൽ എത്തിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ICICI Prudentialന്റെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാനിനെ കുറിച്ച് അല്ലെ. അപ്പൊ എന്താണ് ആ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പലയിടങ്ങളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇയർലി നമുക്ക് 7 to 8% ആണ് ബാങ്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റുകൾ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇയർലി എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഇൻകത്തിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ അവിടെ നമ്മളൊരു കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഇതേ സമയത്ത് നിങ്ങളൊരു 10 ലക്ഷം രൂപ ICICI Prudentialലെ ഗോൾഡ് എന്ന് പറയുന്ന പ്ലാനിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 10% കൂടുതലുള്ള ബെനിഫിറ്റ്. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 1,03,000 രൂപ വെച്ചുള്ള ബെനിഫിറ്റ് കിട്ടും. ഇതിന് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ നമ്മളിപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 10% കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ 10 ലക്ഷം എന്നുള്ളത് എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 15 to 20 വർഷത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് 10 ലക്ഷം എന്നുള്ളത് ഒരു 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ ആയിട്ട് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് കിട്ടും. അത് നമ്മുടെ 99 വയസ്സ് വരെ നമുക്ക് കിട്ടാനുള്ള ഒരു റെഗുലർ ഇൻകം ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ തന്നെ ഏകദേശം ഒരു 70 ലക്ഷം രൂപ വരെയൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിൽ ഒരുപാട് ബെനിഫിറ്റുകൾ വേറെ ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ 10 ലക്ഷം രൂപ ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കേണ്ട, ഓരോ വർഷത്തിൽ 1 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നല്ലൊരു സേവിങ്സിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റും അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് ടാക്സ് കൊടുക്കാതെ നമുക്ക് ഈ റിട്ടേൺസും കിട്ടുന്നുണ്ട്. ഇത്രയും നല്ലൊരു പ്ലാൻ ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ ഒരു പ്ലാനിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ മറക്കണ്ട. താങ്ക്